കേരളത്തിൽ പലയിടത്തു നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹമാസിന് വേണ്ടി അവർ പലയിടത്തും പ്രാർത്ഥനകളും ദുആയും നടത്തുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയ്ക്ക് വേണ്ടി. അതിന് പ്രത്യേകിച്ച് ഇപ്പം നടത്താനുണ്ടായ കാരണം അവരുടെ മരണസംഖ്യ, അതായത് ഹമാസ് ഈ തീവ്രവാദികൾ ഏകദേശം 50,000-ന് മുകളിൽ കൊല്ലപ്പെട്ടു. ഈ സമയത്ത് ഇസ്രായേൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇസ്രായേൽ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുകയാണ്. ഒരു ഹമാസുകാരന് പോലും ഗാസയിൽ ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള ക്ലീനിങ് പ്രോസസ്സിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹമാസ് അതേപോലെ തന്നെ മത തീവ്രവാദികൾ ലോകത്തിലെ നമ്പർ 1 പൊട്ടന്മാരാണ്. അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഒക്കുപ്പൈ ചെയ്ത സ്ഥലം അവരവിടുന്ന് വെടിനിർത്തലിൻ്റെ ഭാഗമായി ചില ഭാഗങ്ങളിൽ നിന്ന് മാറിപ്പോയി. അതിലുറപ്പായിട്ടും അമേരിക്കൻ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഹോസ്റ്റേജസിനെ കുറച്ച് പേരെ തിരിച്ചു കിട്ടണമായിരുന്നു. ഇപ്പം ഏകദേശ ധാരണയായി 56ഓളം ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിലുള്ള ഹോസ്റ്റേജസിൽ ഏകദേശം 10-16 പേരേ ഉള്ളൂ ജീവനുള്ളത്, ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനും നെഗോസിയേഷനും ഹോൾട്ടായിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അമേരിക്കൻ പിന്തുണയോടുകൂടി ഇസ്രായേലി ആർമി, അതായത് ഗ്രൗണ്ട് ഓപ്പറേഷനും എയർ സ്ട്രൈക്കും അതിശക്തമായിട്ട് മുന്നോട്ട് പോയത്. ഇവിടെ കേരളത്തിൻ്റെ ഹമാസ് പിന്തുണക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മൊസാദിനെ നേരത്തെ കളിയാക്കി, ഇസ്രായേലി ആർമിയെ നിങ്ങൾ കളിയാക്കി, നിങ്ങൾ പറഞ്ഞു അവർ തോറ്റു പിന്മാറി. ഒക്ടോബർ 8 ഇസ്രായേലിനെ പറ്റിയ അബദ്ധം തന്നെയാണ്, അഡ്മിറ്റഡാണ്. പക്ഷെ പിന്നീടുണ്ടായ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഈ ഹമാസ് അല്ല, തീവ്രവാദികളുടെ വെടി അങ്ങ് തീർത്ത് കൈ കൊടുത്തു. പക്ഷെ അത് റീഗ്രൂപ്പ് ചെയ്ത് റീകാലിബറേറ്റ് ചെയ്ത് അതിന് കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായി. അപ്പോഴാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് അവർ പുതിയ സ്ട്രാറ്റജി തയ്യാറാക്കി. എങ്ങനെയായിരിക്കും വീണ്ടും അത് റീക്യാപ്ചർ ചെയ്ത് ഒരു ഹമാസുകാരൻ പോലും ജീവനോടെ ഇല്ലാതെ ഈ മറ്റുള്ള പാലസ്റ്റീൻ ഹമാസുകാരെ മുഴുവനും വൈപ്പൗട്ട് എങ്ങനെ ചെയ്യും. ആ ഡീറ്റെയിൽഡ് പ്ലാൻ വളരെയധികം ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇസ്രായേലി ഗവൺമെൻറ്റും അമേരിക്കയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വീണ്ടും അവിടെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇതിനകത്ത് കേരളത്തിലെ ഹമാസിൻ്റെ പിന്തുണക്കാർ മനസ്സിലാക്കേണ്ടത്, അവർ ക്യാപ്ചർ ചെയ്ത ലാൻഡായിരുന്നു. പല ഭാഗവും ഹോസ്പിറ്റൽ എല്ലാവരും അവരുടെ കയ്യിലായിരുന്നു. ഖാൻ യൂനിസ്, അതേപോലെ റഫ എന്നൊക്കെ പറയുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ കേരളത്തിലെ പല കലാകാരന്മാരും ഇവൻ്റെയൊക്കെ മനസ്സിനകത്തുള്ളത് അൾട്ടിമേറ്റായിട്ട് ഈ പറയുന്ന മറ്റേ സാധനം കയറി വരും, മതതീവ്രത. എന്താണ് ഇസ്രായേലിന് സംഭവിച്ചത് എന്നുള്ള കാര്യം നോക്കുന്നില്ല. എത്ര കുട്ടികളെയും സ്ത്രീകളെയും അതിക്രൂരമായിട്ടാണ് ഈ ഹമാസ് കൊന്നത്, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. നമ്മുടെ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ മാത്രമേ എന്നും സുഡാപ്പി ഭീകരന്മാരുടെ ഭാഗത്തുണ്ടാകുള്ളൂ. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസിന്റെ പോരാളികൾ, അല്ലെ ഹമാസിന്റെ നേതാക്കന്മാർ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്, ഈ മരിച്ച തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥന ഇവന്മാരെല്ലാവരും കൂടി നടത്തിയിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കണം എത്രത്തോളം വലിയ രീതിയിലുള്ള വൃത്തികേടാണ് ഇവന്മാർ നടത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ചുമത്തേണ്ടത്. ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ഉണ്ടാകുന്നത്? നമ്മൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായിട്ടറിയാം. ഇതിനിടയിൽ PFI എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ നമ്മുടെ കേരളത്തിൽ നിരോധിക്കപ്പെട്ടു, അല്ല രാജ്യത്ത് തന്നെ നിരോധിക്കപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പിടിച്ചത് കേരളത്തിൽ നിന്നായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികളാണ് തിഹാർ ജയിലിൽ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ കിടക്കുന്നത്. ഒരു ഭീകരവാദിയെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തെ പോലീസ്, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ്, പിണറായി പോലീസ് എന്ന് തന്നെ പറയാം, ഇവരാരെങ്കിലും ഒരാളെ, ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. ഭീകരവാദ ഗ്രൂപ്പിൽ പെടുന്ന ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ പോലീസിന് സാധിച്ചിട്ടില്ല. സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു സഹായം പോലും കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്നിട്ടുള്ളത് NIA നേരിട്ട് ഇങ്ങോട്ട് വന്ന് പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലീസിന്റെ ചില സ്ഥലങ്ങളിൽ സഹായം ചോദിക്കാറുണ്ട്. ഇതല്ലാതെ ഒരു സ്ഥലത്തും ഒരു ഭീകരവാദിയെയും അറസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ സംസ്ഥാന പോലീസ് ഒരു രീതിയിലും സഹായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാം.
കാരണം അവരെ സംബന്ധിച്ച് ഇത് പോലീസിന്റെ പ്രശ്നമല്ല, സർക്കാരിന്റെ പ്രശ്നമാണ്. പോലീസിനെ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പൊ ഈ സാഹചര്യമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ഹമാസിന് വേണ്ടിയിട്ടുള്ള, ലഷ്കർ ഇ തൊയ്ബക്ക് വേണ്ടിയിട്ടുള്ള, ഇനി ISIS നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ വരെ ഇവന്മാർ പരസ്യമായിട്ട് ഇതുപോലെ പ്രാർത്ഥന നടത്തും. ഒരു തർക്കമില്ല. കാരണം ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹമാസിന് വേണ്ടിയിട്ട് ഇവർ എത്രത്തോളം വലിയ രീതിയിൽ ഇവിടെ കിടന്ന് പ്രാർത്ഥന കൊണ്ട് കരഞ്ഞാലും കാര്യമില്ല. ഇസ്രായേൽ കൃത്യമായിട്ട് നടപടിക്രമങ്ങളുമായിട്ട് ഗാസയിൽ മുന്നോട്ട് പോകുന്നു. ഗാസയുടെ പേര് മാറ്റാൻ പോവുകയാണ്. ഈ ഗാസയുടെ പേര് ഗാസ ഗാസ എന്ന് പറഞ്ഞ് കരയണമെന്ന് കാണണമല്ലോ. കാരണം ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും വഴി ഗാസ ഗാസ എന്നാണ് പറയുന്നത്. ഇനി ആ പേര് മാറ്റി അമേരിക്ക തന്നെ ഇതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഹമാസിന്റെ ഭീകരവാദികളെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്ന് ഒഴിവാക്കുക, ഹമാസിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള അവിടുത്തെ നാട്ടുകാരെയും ഓടിക്കുക. ഒരു തർക്കമില്ല. കാരണം ഗാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദികളുടെ കോട്ടയായി നിലനിർത്തി കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. വലിയ തരത്തിൽ 50,000-ന് മുകളിൽ തീവ്രവാദികളെ അവിടുന്ന് തീർത്ത് കളയാനായിട്ട് ഇസ്രായേൽ സേനക്ക് സാധിച്ചു. ഏറ്റവും അത്യുഗ്രമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളും വലിയ തരത്തിലുള്ള ആക്രമണശേഷിയുള്ള ആയുധങ്ങളുമാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഭീഷണിയാകുന്നതിനോടൊപ്പം തന്നെ ലോകത്തെയും അമേരിക്കയും പോലും പുച്ഛിക്കുന്ന, കളിയാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് ഇപ്പോൾ ഹമാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ പൂർണ്ണമായിട്ടും വിട്ടു കൊടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു വെടിനിർത്തൽ കരാർ എന്നുള്ള സംവിധാനത്തിലേക്ക് ഇസ്രായേൽ മാറിയത്, അല്ലെങ്കിൽ അമേരിക്ക നേതൃത്വം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു സംഭവത്തിലേക്ക് പോയത്. ഇതിൽ പൂർണ്ണമായിട്ട് ഈ പറയുന്ന ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരിക്കും ഗാസ കാണാനിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഹമാസിനെ അമേരിക്ക പ്രസിഡന്റ് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ മാധ്യമങ്ങൾ ഇത് പറഞ്ഞതാണ്. ഈ ബന്ദികളെ പൂർണ്ണമായിട്ട് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഒരു നരകതുല്യമാകുന്നു. ആ നരകതുല്യമാക്കിക്കൊണ്ടിരിക്കും. കാരണം പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കിയാണ്. അപ്പൊ ഈ രീതിയിലേക്കുള്ള കലാപരിപാടികൾ ഹമാസിനെ തീർത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തിക്കൂടി. അതിനിടയിലാണ് ഇവിടെ കിടന്നുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് ചന്തി പൊക്കിയിട്ട് കുറെ എണ്ണം ഇവിടെ കിടന്നിട്ട് കുറെ പ്രാർത്ഥനയും ബഹളമൊക്കെ നടത്തും. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രാർത്ഥന നടത്തിയാലും നമ്മൾ മനസ്സിലാക്കുക, ഇത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എത്രത്തോളം വലിയ രീതിയിൽ ഇതുപോലെയുള്ള ജിഹാദി ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവരെന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്? ഈ ഹമാസിന്റെ ആളുകൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥന കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1999 കാർഗിൽ യുദ്ധം വന്ന സമയത്ത് പാകിസ്ഥാന് പരസ്യമായിട്ട് പിന്തുണ കൊടുത്ത ആൾക്കാരാണ് ഈ ഹമാസ് ഭീകരവാദികൾ. പരസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ വന്ന് യുദ്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടുകൾ പോലും എടുത്തിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ആർക്കൊപ്പമാണെന്നത്? പാലസ്തീനും കൃത്യമായിട്ട്, ഹമാസ് മാത്രമല്ല പാലസ്തീനും പരസ്യമായിട്ട് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് എന്നും എതിരെ നിന്നിട്ടുള്ള ആളുകളാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഒരു ഭീകര രാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇവരെ ഒരു കുലമഹിമ കൂടിയാണ്. കാരണം അതിലൊരു തർക്കമില്ല. അപ്പൊ ഇതുപോലെയുള്ള മാനസികാവസ്ഥയായിട്ട് തീവ്രവാദികളുടെ ഒരു മനോഭാവം അത് കൃത്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ നിന്നിട്ടുണ്ട്. അതിൽ തർക്കമില്ല. എന്നിട്ടാണ് ആ സംഘടനയെയും ആ രാഷ്ട്രത്തെയുമാണ് നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് ഇവന്മാർ പിന്തുണ കൊടുത്തുകൊണ്ട് പരസ്യമായിട്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തി മുന്നോട്ട് വരുന്നത്. അപ്പൊ ഏത് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാലും ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെയും അവിടുത്തെ അതിനെ പിന്തുണക്കുന്ന ജനങ്ങളെയും പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ച് ഗാസ ക്ലീൻ ഗാസയാക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ട് പേര് കൂടി ഇസ്രായേൽ മാറ്റാൻ പോവുകയാണ്. ഒരു തർക്കമില്ല.